പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയും അശ്ലീല പോസ്റ്റ് ഇട്ട 2 കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിൽ. ഛത്തീസ്ഗഡിലാണ് സംഭവം നടന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ ആക്ഷേപകരമായ പോസ്റ്റ് ഇട്ടതിനെതിരെയാണ് നടപടിയെടുത്തത്. മുൻ MLA അരുൺ തിവാരി ഉൾപ്പെടെ തന്നെ 2 ഛത്തീസ്ഗഡ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും ലക്ഷ്യം വെച്ചുള്ള ആക്ഷേപകരമായ ഭാഷയിൽ തിവാരി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചതായി കണ്ടെത്തുകയായിരുന്നു. ഈ പോസ്റ്റ് രാഷ്ട്രീയ സാമൂഹിക ഗ്രൂപ്പുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി. ഇതോടുകൂടിയാണ് പോലീസിൽ പരാതിപ്പെട്ടതും. പരാതിയെ തുടർന്നുകൊണ്ട് തന്നെ IT ആക്ടിലും ഭാരതീയ ന്യായ സംഹിതയിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നു. അന്വേഷണത്തിൽ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ടിയ സാധുവാണ് എന്ന് തോന്നിയതായും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പോസ്റ്റ് ചെയ്ത ഉള്ളടക്കത്തിന്റെ ഭാഷ അങ്ങേയറ്റം ആക്ഷേപകരമാണ് എന്നും ഇവർ വ്യക്തമാക്കുന്നു. എന്നാൽ രണ്ടാമത്തെ കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബ്രിജ് മോഹൻ സിംഗിനെതിരെ ദുർഗയിൽ കേസെടുത്തു. BJP നേതാവ് തുഷാർ തേവാങ്കർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ഭീലിപ്പത്തിലെ വൈശാലി നഗർ പോലീസ് സ്റ്റേഷൻ സിംഗിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. സിറ്റി പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നതനുസരിച്ച് പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ ഇക്കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും ആരോപണം ശരിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തതായും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 296 അതായത് പൊതുസ്ഥലങ്ങളിലെ അശ്ലീല പ്രവർത്തികളും അത്തരത്തിലുള്ള വാക്കുകളും 353 പൊതുജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന പ്രസ്താവനകൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇതിനു മുൻപും ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്തും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ആക്ഷേപകരമായ പോസ്റ്റുകൾ ഇട്ട യുവാക്കളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ രാജ്യവിരുദ്ധ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റുകൾ അടക്കം ഹാക്ക് ചെയ്യാൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു യുവാവും ഉൾപ്പെടുന്നു. ഗുജറാത്തിലെ നാദിയാദ് സ്വദേശികളായ ജാസിം ഷാനവാസും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് പിടിയിലായത്. വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുന്നതിനു പുറമെ സോഷ്യൽ മീഡിയ വഴി പ്രതികൾ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യുന്ന വേളയിൽ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നത്. അതുപോലെ പിടിയിലായ 2 പ്രതികളും ആശയവിനിമയം നടത്തിയത് ടെലിഗ്രാം വഴിയാണ് എന്നും അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിലൂടെ ഇവർ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കൈമാറി. ദേശവിരുദ്ധമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചതെന്നും അതായത് ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിച്ചതെന്നും കണ്ടെത്തി. ഇവരെല്ലാം പാകിസ്ഥാന്റെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നവരാണോ എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ അറസ്റ്റിലായ ഒരു പ്രതി വിദ്യാഭ്യാസ യോഗ്യത +2 ആണ് പറയുന്നത്. ഇയാൾ ടെലഗ്രാമിലൂടെയാണ് അതുപോലെ യൂട്യൂബ് എന്നീ ആപ്പുകൾ നോക്കിയാണ് ഹാക്കിംഗ് പഠിച്ചതും. ഇത്തരത്തിൽ പഠിച്ചത് വഴി വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ കൂടെ മറ്റൊരു പ്രതിയെയും കൂടെ തുണയ്ക്ക് തേടുകയായിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റുകൾ തകർക്കാൻ ശ്രമിക്കുകയും അതേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് സീനിയർ ഓഫ് സർവീസ് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ തെളിവുകൾ പ്രതികൾ ടെലഗ്രാമിലൂടെ പങ്കുവച്ചതായും ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ ലക്ഷ്യമിടുന്ന ഹാക്കർമാരെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. പിടികൂടിയവരുടെ മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. അതുപോലെ ടെലഗ്രാമിലെ 2 ചാനലുകൾ ഇവർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇതിലൂടെ ഹാക്ക് ചെയ്യുന്നതിന്റെ ഓരോ നീക്കങ്ങളെക്കുറിച്ചും ഇവർ ടെലഗ്രാമിലൂടെ തന്നെയാണ് പങ്കുവച്ചതും. ഈ രേഖകളും പിടിച്ചെടുത്തു. +2 വരെ മാത്രം വിദ്യാഭ്യാസമുള്ള പ്രതി 6-8 മാസത്തിനുള്ളിലാണ് ഹാക്കിംഗ് പഠിച്ചെടുക്കുന്നതും. അതുപോലെ പൈത്തൺ തുടങ്ങിയ മറ്റ് ഭാഷകളും ടേമുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ നിന്ന് ഹാക്കിംഗ് ടെക്നിക്കുകൾ പഠിച്ചെടുക്കുകയായിരുന്നു. മാത്രമല്ല ഇരുവരും ഇന്ത്യക്കെതിരെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതായും കണ്ടെത്തിയതിനെ തുടർന്നുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.